നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ബിടെക്കിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബിടെക്കിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്യണം എന്ന് താല്പര്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. +1 +2 ബിടെക്ക് കുറേ വീഡിയോസ് ചെയ്യണം. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോസും ചെയ്യണമെന്നുണ്ട്. അന്നേരം ഉറപ്പായിട്ടും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്കറിയാം, ഇപ്പം ബിടെക് പഠിച്ചവർക്കൊക്കെ ഗിരീഷ് ഫിസിക്സ് എന്ന് പറഞ്ഞ ചാനലിൽ നിന്ന് ഒരുപാട് പ്രയോജനം കിട്ടിയിട്ടുള്ളവർ കാണും, ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ കാണുമായിരിക്കാം. എന്തായാലും എന്നെക്കൊണ്ട് കഴിയുന്ന അത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിൽ എത്തിക്കാൻ മാക്സിമം നോക്കും. ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഗുണം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ബിടെക് പഠിക്കുന്നവർക്ക്, ബിടെക് പഠിക്കാൻ പോകുന്നവർക്കും ഒക്കെ ഗുണം ചെയ്യുന്ന ഒരു കോഴ്സുകളെ കുറിച്ചാണ് പറയുന്നത്. വേറെ ഒന്നുമല്ല, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. അത് ഞാൻ കാണുന്നത് അടുത്ത ഒരു ലോകം ഭരിക്കുന്നില്ല, KGF ഡയലോഗൊക്കെ പോലെ ലോകം ഭരിക്കുന്ന 2 കോഴ്സുകൾ, ഇനി ലോകം ഭരിക്കാൻ പോകുന്ന 2 കോഴ്സുകൾ. അതൊന്ന് റോബോട്ടിക്സ്, 2 ഓട്ടോമേഷൻ, ഇങ്ങനെ അങ്ങോട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. ഇപ്പം പലരുള്ള സംശയം, റോബോട്ട് വന്നു കഴിഞ്ഞാൽ, എന്നോട് ഒരുപാട് കുട്ടികൾ +2 കഴിയുമ്പോഴൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ ബിടെക് പഠിക്കാൻ കയറുമ്പോൾ തന്നെ, സാർ റോബോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെയൊക്കെ ജോലി തെറിക്കത്തില്ലേ, റോബോട്ട് എല്ലാ ജോലിയും ചെയ്യത്തില്ലേ? വളരെ ശക്തമായ, വളരെ നല്ല സംശയമാണത്. കാരണം റോബോട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും നമ്മുടെയൊക്കെ പിന്നെ റോബോട്ട് ചെയ്യും, പിന്നെ നമ്മുടെ മനുഷ്യന്മാരുടെ ജോലി ചെയ്യാൻ റോബോട്ട് ഉണ്ടല്ലോ. അങ്ങനല്ല. യഥാർത്ഥത്തിൽ മനുഷ്യരുടെ ചെയ്യുന്ന ജോലി യന്ത്രങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയെ പറയുന്ന പേരാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റോബോട്ട് വന്നു കഴിഞ്ഞാൽ ലോകം മൊത്തം റോബോട്ട് മാത്രം ജോലി ചെയ്യുന്നല്ല, റോബോട്ടിൻ്റെ സഹായത്തോടു കൂടി മനുഷ്യരുടെ ജോലി ഭാരം കുറയ്ക്കാൻ സാധിക്കും. അതാണ് കറക്റ്റായ ഒരു കാര്യം. കാരണം ഇപ്പം IT പ്രൊഫഷണലിനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഏത് IT പ്രൊഫഷണൽസിനെ എനിക്കൊന്ന് അത്യാവശ്യം 24 മണിക്കൂർ, 12 മണിക്കൂർ, അല്ലെങ്കിൽ 10 മണിക്കൂറുള്ളവർ കാണും, 15 മണിക്കൂർ വർക്ക് ചെയ്യുന്നവരാണ്. ഭയങ്കര വർക്ക് ലോഡായിരിക്കും IT ഇപ്പം നേരിടുന്നത്. ഈ വർക്കിനെ ചിലപ്പോൾ ലഘൂകരിക്കാൻ, കുറയ്ക്കാൻ ഈ പറഞ്ഞ റോബോട്ടിക്സിന്, ഓട്ടോമേഷൻ ഒക്കെ സാധിക്കും. കാരണം ഒരു പക്ഷേ ചെയ്യുന്ന വർക്ക് ഇപ്പം 15 മണിക്കൂറാണെങ്കിൽ ചിലപ്പോൾ 5 മണിക്കൂറോ 4 മണിക്കൂറോ മതി. പക്ഷേ നല്ല സ്കിൽഫുള്ള, അതാണ് പോയിന്റ് അണ്ടർലൈൻ ചെയ്യേണ്ടത്, നല്ല സ്കിൽഫുള്ളായിട്ടുള്ള, ടാലൻറ്റഡ് ആയിട്ടുള്ള, മാർക്കിൻ്റെ പെർസെൻറ്റേജ് അല്ല ബിടെക്കിൻ്റെ, ടാലൻ്റ് ആയിട്ടുള്ള, സ്കിൽഫുള്ളായിട്ടുള്ളവരെ മാത്രമേ റോബോട്ടിക്സിന് ഇതിനകത്തുനിന്നും ഓട്ടോമേഷൻ രംഗത്തുനിന്നും എടുക്കത്തുള്ളൂ കമ്പനികൾ. കാരണം അവർക്ക് ഗുണപരമാകുന്ന ആരാണോ അവരെ പിക്ക് ചെയ്തിട്ട് ഏറ്റവും ടോപ്പ് സാലറി കൊടുക്കുകയും അവർക്ക് കുറച്ച് വർക്ക് ചെയ്താൽ മതി. അതായത് ഏറ്റവും നല്ലത് അതാണ്. അന്നേരം മിടുക്കന്മാർക്ക് ഭയങ്കര സാധ്യത വളരെ 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 കൂടുതലാണ്. മിടുക്കന്മാരെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന പഠിത്തത്തിൻ്റെ മികച്ചത് മാത്രമല്ല, ഇതുമായിട്ട് ഇത് കോഴ്സ് പഠിച്ചതിന് ശേഷം അത് എത്രമാത്രം നമ്മുടെ ബ്രെയിനിലിട്ട് ഡെവലപ്പ് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യാനുള്ള നമ്മുടെ യുക്തി അല്ലെങ്കിൽ ബുദ്ധിക്കാണ് അവിടെ അവർ വിലയിടുന്നത്. അത് ചിലപ്പം ലക്ഷങ്ങളാകാം, ചിലപ്പം ഭാവിയിൽ കോടികളാകാം, ഉറപ്പാണ്. അതിന് ഇനിയുള്ള കാലം മൊത്തവും ഈ 2 കോഴ്സുകളുടെ മുമ്പിൽ നമിക്കും, അല്ലെങ്കിൽ അതുപോലെ ലോകം മൊത്തം മാറ്റിമറിക്കുന്ന 2 കോഴ്സുകളാണ്. ഇപ്പോൾ റോബോട്ടിക്സ്, അല്ലെങ്കിൽ ഓട്ടോമേഷൻ എന്നൊക്കെ പറയുമ്പം സമസ്ത മേഖലകളിലും ഇതുണ്ടെന്നുള്ളതാണ്. അത് മെഡിക്കലിലായിക്കോട്ടെ, മിലിറ്ററിയിലായിക്കോട്ടെ, ഡിഫൻസ്, എല്ലാം, ടൂറിസം, അങ്ങനെ നമ്മൾ പറയത്തില്ല, ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ എല്ലാ കോഴ്സുകളും ഇതില്ലാതെ മുന്നോട്ട് പോകത്തില്ല. എല്ലാത്തരം ജോലികളും ഇതില്ലാതെ മുന്നോട്ട് പോകത്തില്ല, ഉറപ്പായിട്ട്. അന്നേരം ഈ രംഗങ്ങളിലെല്ലാം സമസ്ത മേഖലകളിൽ ഇത് വേണ്ടതുകൊണ്ട് എല്ലാ മേഖലകളിലും ആൾക്കാർക്ക് ജോലി കിട്ടുകയും ചെയ്യും. പ്രത്യേകിച്ച് ഇങ്ങനെ കോഴ്സ് എടുത്തവർക്ക് ജോലി കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ വായിച്ച, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് വായിച്ച അറിവിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പം പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, നമ്മളൊരു ബിടെക് മാത്രം എടുത്താൽ കൊണ്ട് കാര്യമില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പലപ്പോഴും എപ്പോഴും പറഞ്ഞു തരും, ഏത് കോളേജിലാണോ നിങ്ങൾ ബിടെക് എടുക്കുന്നത്, റോബോട്ടിക്സിൻ്റെയോ ഓട്ടോമേഷനായോ ഏത് കോഴ്സായാലും, പ്രത്യേകിച്ചും ഇനി വളർന്നു വരുന്ന കോഴ്സായതുകൊണ്ട് ഏറ്റവും നല്ല കോളേജ് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് നല്ല കോളേജ് എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ നല്ല കോളേജിൽ പോയി ചേരുമ്പം അവിടുത്തെ കോളേജിൽ ഏറ്റവും മോശം ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. ചിലപ്പം റോബോട്ടിക്സോ അല്ലെങ്കിൽ CS വിത്തായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ വരുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ഇതിനെ ചെലുത്താൻ പറ്റുന്നത്. അന്നേരം ഓട്ടോമാറ്റിക്കായിട്ടും ഏറ്റവും നല്ല കോളേജ് എന്നല്ല, ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇവിടെ ഈ റോബോട്ടിക്സിന് നല്ല സൂപ്പറാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള കോളേജുകളുടെ പേരൊക്കെ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ പതുക്കെ വീഡിയോസിനകത്ത് ചെയ്യും. അങ്ങനെയുള്ള കോളേജിൽ നിങ്ങൾ ബിടെക് എടുത്തിട്ട് ഏറ്റവും നല്ല കോളേജിൽ ബിടെക് എടുത്തതിന് ശേഷം ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ പഠനം വിദേശത്താണ് ഇതിൽ നടക്കുന്നത്. ഇന്ത്യയിൽ നടക്കുന്നില്ലെന്നല്ല പറഞ്ഞാൽ, ഇന്ത്യക്കാട്ട് വിദേശ
രാജ്യങ്ങൾ ഒരുപാടുണ്ട് ഇതിൻ്റെ ഭയങ്കരമായിട്ട് റോബോട്ടിക്സിൻ്റെ ഒക്കെ പഠനം നടക്കുന്നത്. അന്നേരം ആ വിദേശത്ത് പോയി നിങ്ങളൊരു PG യുടെ ചെയ്യണം. എന്നാലും 4 അല്ലെങ്കിൽ 2-3 വർഷം എത്രയും വർഷം എടുത്താൽ പോലും നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾ അടിപൊളിയാണ്. എന്നാലും ജോലി കിട്ടുമെന്നുള്ള സംശയം വേണ്ട. സ്കിൽ ഇച്ചിരി കുറഞ്ഞാൽ പോലും ജോലി കിട്ടുമെന്നുള്ള ഉറപ്പാണ്. സ്കില്ലുള്ളവരോടാണെങ്കിൽ എന്നെ പറയേണ്ട, ഒരു രക്ഷയില്ലാത്ത അവസരമാണ്. കാരണം എൻ്റെ ഒരു പേഴ്സണലി എനിക്കിത് പറയാൻ തോന്നുന്നത് അങ്ങനെയാണ്. അതായത് B.Tech കഴിഞ്ഞാൽ നിങ്ങളൊരു PG യുടെ അതിൻ്റെ എടുത്തു കഴിഞ്ഞാൽ മാസ്റ്റേഴ്സോട് എടുത്തു കഴിഞ്ഞാൽ പൊളിച്ചു മൊത്തമായി നിങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അന്നേരം ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സുകൾ ഞാൻ വീഡിയോ ചെയ്യുന്ന ഒരു ലെങ്തി ആയിട്ടൊരു വീഡിയോ ചെയ്ത് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ എടുക്കുന്നതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. എന്നാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അന്നേരം ഇനി ലോകം ഭരിക്കാൻ പോകുന്ന ഈ 2 കോഴ്സുകൾ നിങ്ങൾ വിട്ടുകളയരുത്. B.Tech ഇനിയും എടുക്കാൻ പോകുന്ന കുട്ടികളും B.Tech ഇതൊക്കെ എടുക്കുന്ന കുട്ടികൾക്കും സന്തോഷിക്കാം. കാരണം നിങ്ങളുടെ കാലം, നിങ്ങളുടെ അവസരങ്ങൾ വിദൂരമല്ല, ഗംഭീരമായൊരു ലോകത്തിലേക്ക് നിങ്ങൾ കയറാൻ പോവുകയാണ്. അന്നേരം അടുത്ത വീഡിയോസായിട്ട് വരുന്നവരെ നിങ്ങൾക്കും ഏതൊക്കെ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റുന്ന പോലെ, സമയം കിട്ടുന്ന പോലെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. നെവർ എവർ ഗിവ് അപ്പ്.